മേഘനിർമേതുരമംബരം വനഭുവ ശ്യാമാസമാലദ്രുമയീ നക്തം ധീരുദയം ത്വമേവ ഗരിമം രാധേ ഗൃഹം പ്രാപയാ ഇഖം നന്ദവിദേശതശ്ചലിതയോ പ്രത്യധ്വകുഞ്ചദ്രുമം രാധാമാധവയോ ജയന്തി യമുനാകുലേ രഹ കേലയഃ ഗോവിന്ദന് ഏറ്റവും പ്രിയപ്പെട്ട ഗീതഗോവിന്ദ അഷ്ടപതിയിലെ ആദ്യത്തെ ധ്യാന ശ്ലോകമാണ് ഇപ്പൊ ഞാൻ ചൊല്ലിയത്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തരിൽ ഒരാളാണ് ഗീതഗോവിന്ദ രചിച്ച ജയദേവ കവികള്. ജയദേവ കവികളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭഗവാനെ കുറിച്ച് എഴുതാനായിട്ട്, ഭഗവാന്റെ രാധാറാണിയുടെയും മാധുര്യ പ്രേമ ഭക്തിയെ കുറിച്ച് എഴുതാനായിട്ട് ഭഗവാൻ തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയും അങ്ങനെ ഗീതഗോവിന്ദ രചിച്ചത്. അപ്പൊ ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തിയിൽ പലതരം രസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തില് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പല ആളുകളും പല തരത്തിലുള്ള കഥകള്, കവിതകള്, ഇതുപോലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങള് ഒക്കെ രചിച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെ കൃഷ്ണ ദ്വൈപായന വേദവ്യാസ മുനിയെ അവതരിച്ചുകൊണ്ട് 18 പുരാണങ്ങള്, ആ പുരാണങ്ങളിലെല്ലാം ഭഗവത് തത്വങ്ങളാണ് പറയുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രൂപത്തില് ഭഗവത് തത്വങ്ങൾ പുരാണങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ അങ്ങനെ ഭഗവാന്റെ കഥകള്, കവിതകള് ഇതൊക്കെ ഓരോ കാലത്തും ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഓരോരോ ആളുകളെ, ഭഗവാന്റെ അംശങ്ങളെ, ആ ഭഗവാന്റെ സ്ഫുരണങ്ങളെ ഇങ്ങനെ ഭൂമിയിലേക്ക് വരും. അപ്പൊ അതിലൊരാളാണ് ഇപ്പോ ഈ ചേച്ചിമാര് നൃത്തം ചെയ്തപ്പോ ആണ്ടാളമ്മയെ കുറിച്ച് പറഞ്ഞില്ലേ. ഭഗവാന്റെ കഴുത്തിലെ വനമാലയാണ് 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആണ്ടാളമ്മയെ അവതരിച്ചു എന്നാ പറയുന്നത്. ആ ആണ്ടാളമ്മ 12 ആഴ്വാർമാരിൽ ഒരേ ഒരു സ്ത്രീരത്നായിരുന്നു എന്നാ പറയുന്നത്. ഒരു സ്ത്രീ, ആ അമ്മ അവരുടെ ഭക്തി കൊണ്ട് ഭഗവാന്റെ ഭാര്യയായി മാറി. അത് നമുക്ക് കാണിച്ചു തരാണ് ഭക്തിയുടെ ശക്തി എന്താണെന്ന്. നമുക്ക് കാണാൻ സാധിക്കാത്ത നമ്മുടെ അരൂപമായി നിൽക്കുന്ന ഒരു ഭഗവാനെ ആണ്ടാളമ്മയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്. ആണ്ടാളമ്മ ഭഗവാനെ പതിയായിട്ടാണ് കാണുന്നത്. രുക്മിണി പതിയായിട്ട് കാണുമ്പോ ആ ദ്വാപരയുഗത്തിൽ ഭഗവാനും ഉണ്ട്. അപ്പോ രുക്മിണിക്ക് ഉറപ്പാണ് ഭഗവാൻ വേരും തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ ആണ്ടാളമ്മ ജീവിക്കുന്നതോ ഭഗവാൻ ആ സ്വർഗാരോഹണം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിന്റെ ധാമത്തിൽ പോയി തന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 9ാം നൂറ്റാണ്ടില് ആണ്ടാളമ്മ ജനിച്ചിട്ട് ആണ്ടാളമ്മ ചെറുപ്പം മുതലേ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനോട് മാധുര്യ പ്രേമ ഭക്തി ജനിച്ച് ഭഗവാന്റെ ഭാര്യയായി മാറണമെന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് ഭഗവാൻ അവസാനം ഭാര്യയാക്കി. അപ്പൊ ആണ്ടാളമ്മയെ കുറിച്ച് ഇപ്പോഴും ഈ ഒരു ഇപ്പൊ 2024-25 ആ ആണ്ടാളമ്മയുടെ ഭക്തിയെ കുറിച്ച് ഓരോരോ ആളുകൾ ഇങ്ങനെ പാടുന്നു, സ്തുതിഗീതങ്ങൾ രചിക്കുന്നു. അപ്പൊ ഈ ഭക്തിയുടെ ശക്തി എന്താന്ന് വെച്ചാല് ഭക്തൻ ഒരിക്കലും നാശമില്ല. അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താ പറയുന്ന, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നാശം ഉണ്ടാവില്ല. അപ്പൊ ഭക്തനാണെങ്കിൽ, ആ ഭക്തിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ചരിത്രമൊന്നും കുറിക്കണ്ട, നമ്മുടെ എല്ലാം ഭഗവാൻ സംരക്ഷിക്കും. ചിലപ്പോൾ ഒരു പേര് മാത്രമാണെങ്കിൽ അത് അവശേഷിപ്പിക്കും. അതിനും കൂടി ഉത്തമ ഉദാഹരണമാണ് ഈ കുറൂരമ്മ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ കുറൂരമ്മ ഏതോ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പാവ അമ്മ. ആ അമ്മയെ ആർക്കും അറിയില്ല. അമ്മ വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടില്ല, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പുറത്തുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളൊന്നും സന്ദർശിച്ചിട്ടില്ല. ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന പുണ്യപുരാതനമായിട്ടുള്ള ഒരു തറവാട്ടിലെ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു കുറൂരമ്മ. ആ കുറൂരമ്മയുടെ പേരിൽ 2025 ഒരു ക്ഷേത്രം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിൽക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് അത് കറക്റ്റ് ആണ്. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല. അതിന്റെ തെളിവാണ് ഈ കുറൂരമ്മ ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു 3.5 കൊല്ലത്തിന് മുമ്പ് ഈ ക്ഷേത്രം ഉണ്ടെന്നോ ഇങ്ങനെ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ.
കുറൂരമ്മയുടെ കഥ ഒരു കോവിഡ് ടൈമില് സ്വസ്തിക ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന ഒരു പേജ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. വെറുതെ കഥകൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഭഗവാന്റെ കഥകൾ കോവിഡ് കാലത്ത് ഭഗവാന്റെ ഭക്തർക്ക് ഒരു ആശ്വാസമാണല്ലോ ഭഗവാന്റെ കഥകൾ. അങ്ങനെ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഗുരുവായൂരപ്പന്റെ കഥകൾ പറയാൻ തുടങ്ങിയപ്പോ കുറൂരമ്മയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു. അപ്പോ കുറൂരമ്മയുടെ ഭക്തിയിൽ എനിക്ക് ഒരുപാട് എന്താ സന്തോഷം തോന്നി. എനിക്ക് ഭഗവാനെ മകനായിട്ടുള്ള ഭാവത്തിലല്ല, ഓരോരുത്തരും ഭാവം ഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ നമുക്ക് ഏത് ഭാവത്തിലും ഭഗവാനെ കാണാം. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നല്ല അച്ഛനായിരുന്നു, നല്ല മകനായിരുന്നു, നല്ല ഭർത്താവായിരുന്നു, നല്ല കാമുകനായിരുന്നു, നല്ല ഏത് മേഖലയിൽ ഭഗവാൻ എടുത്തു നോക്കിയാല് ഭഗവാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്. അപ്പൊ ആ ഏറ്റവും പെർഫെക്റ്റ് ആയ ആളാണ്. നമ്മുടെ ഉള്ളിലുള്ള ഇൻകംപ്ലീറ്റ്നെസ്സിനെ കംപ്ലീറ്റ് ആക്കാൻ നമ്മുടെ എന്ത് ടെപ്പിൽ പോയിട്ടും കാര്യമില്ല, നമ്മുടെ ഭഗവാനാണ് ആ ഇൻകംപ്ലീറ്റ്നെസ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ചിലർ ഭഗവാനെ ഭർത്താവായിട്ട് കാണും, ചിലർ ഭഗവാനെ സഹോദരനായിട്ട് കാണും, ചിലർ ഭഗവാനെ അച്ഛനായിട്ട് കാണും. അങ്ങനെ പലവിധമായ രൂപത്തിൽ ഭഗവാനെ കാണുമ്പോ മകന്റെ ഭാവത്തില് ഭഗവാനെ കാണുന്ന ഭക്തർക്ക് ഉത്തമ ഉദാഹരണമാണ് ആ കുറൂരമ്മ എന്ന് പറയുന്നത്. കുറൂരമ്മയുടെ യഥാർത്ഥ പേര് ഗൗരി അന്തർജനായിരുന്നു എന്നൊക്കെ വായിച്ചറിഞ്ഞു. അപ്പൊ ഞാൻ കുറൂരമ്മയെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം കുറൂരമ്മ എങ്ങനെയായിരുന്നു ഇരുന്നതെന്ന് അറിയണമെന്ന്. അപ്പൊ ഞാൻ നമുക്കിങ്ങനെ തോന്നൂലേ ഇപ്പം ഈ ഫോട്ടോസും എല്ലാം ഉള്ളത് കാലഘട്ടമായത് കാരണം, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്കൊക്കെ ആണെങ്കിൽ അവരുടെ എണ്ണ ഛായാചിത്രം വരയ്ക്കാൻ ആളുകളുണ്ട്. ഈ കുറൂരമ്മയെ പോലെ ആരും അറിയപ്പെടാത്ത ഭക്തരെയൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കഥ ഇങ്ങനെ വായിക്കുമ്പോ കുറൂരമ്മയുടെ പടം, ഒരു പിക്ചർ ഒരു ഭക്തയ്ക്ക് മനസ്സിൽ തോന്നി. അപ്പൊ ആ ഭക്ത പിക്ചർ വരച്ചിട്ട് വേലിയശ്ശേരി അന്വേഷിച്ചു വന്നു എന്നാ പറയുന്നത്. അന്ന് ഇവിടെ ക്ഷേത്രം കുഞ്ഞാണ്, ഡെവലപ്പ് ഒന്നും ആയിട്ടില്ല. എന്നിട്ടും ആനയ്ക്ക് കുറൂരമ്മ ദർശനം കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറൂരമ്മയുടെ ദർശനം കിട്ടിയിട്ട് ആന ആ ഒരു പടം വരച്ചിട്ട് ഇവിടെ കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ ചിത്രം ഇപ്പൊ എവിടെയാ ഉണ്ടോ? അവിടെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് പോണം കേട്ടോ ആ ചിത്രം. അത് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആ ചിത്രത്തിൽ നിന്നാണ് പിന്നെ കുറൂരമ്മയുടെ കഥ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ ചിത്രം നിങ്ങളൊന്ന് കാണണം. ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രം ഇത്രയും പ്രസിദ്ധമാകുന്നതിന് മുമ്പേ ഏതോ ഒരു ഭക്ത, അവരുടെ പേര് എനിക്ക് അറിയില്ല, അവരാണ് ഈ കണ്ടു ആ ഭക്തിയെ കുറിച്ച് പറയാൻ എന്നെ ഭഗവാൻ നിയോഗിച്ചിരിക്കുകയാണ്. ഇതല്ല മറ്റത് മറ്റത്. അപ്പൊ ആ ഭക്തിയെ കുറിച്ച് പറയാൻ ഭഗവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ അത് കൊണ്ട് വെച്ചിട്ട് കുറൂരമ്മയുടെ കഥ അങ്ങനെ ഞാൻ നോക്കി. അങ്ങനെ അത് ഞാൻ സ്വസ്തികയിലൂടെ പറഞ്ഞു. ഇപ്പോഴും സ്വസ്തിക ഓൾ ഈസ് വെൽ പേജിൽ ഞാൻ പല കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായതും എല്ലാ ആളുകളും ഏറ്റവും അധികം കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള, ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിയായിട്ടുള്ള ഒരു ചരിത്രമാണ് കുറൂരമ്മയുടെ ഭക്തിയിലെ കഥ എന്ന് പറയുന്നത്. അത് കുറൂരമ്മയുടെ ആ മാതൃവാത്സല്യവും ആ കുറൂരമ്മയെ എല്ലാവരും അറിയണം എന്നുള്ളതിന് ഭഗവാൻ എന്നെ കൂടി ഒരു ഇൻസ്ട്രുമെന്റ് ആക്കിയിട്ടാണ് ഈ ഒരു കഥ എഴുതുന്നതും. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചക്കുള്ളിലാണ് എനിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കോള് വരുന്നത്. സ്വസ്തിക പറ്റുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലൊന്ന് വരുമോ? ഈ ക്ഷേത്രം ഞങ്ങൾ കുറെ ആളുകൾ ചേർന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഈ വായിച്ചറിയിച്ച് പറയുന്നുണ്ട് കുറൂരമ്മയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട് ഇപ്പോഴും തൃശ്ശൂരിലെ വേലിയശ്ശേരി എന്നുള്ള സ്ഥലത്ത്. കുറൂരമ്മയുടെ ഇല്ലം നിലനിന്ന സ്ഥലത്ത് കുറൂരമ്മയുടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോ പോലും ഞാൻ ഇവിടെ വരുമെന്നോ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഉന്നമനത്തിന് ചെറിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇതിനെ വീഡിയോ ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം. അതിന് ഞാൻ ഭഗവാനും കുറൂരമ്മയോടും ഭഗവാന് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പൊ അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഒരു വൈശാഖ മാസത്തില് ഈ ക്ഷേത്രത്തില് ഈ കുറൂരമ്മയുടെ കാര്യം പറയാനും ഇവിടെ ആദരിക്കപ്പെട്ട് ഇവിടെ ഈ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിട്ട് ഒരുപാട് മഹത് വ്യക്തികൾ ഇവിടെ ഇരുന്ന് ഭഗവാനെ അങ്ങനെ എന്താ പറയാ വർണ്ണിച്ചിട്ടുള്ള ഒരു സ്റ്റേജില് ഇനി ഇരിക്കാനൊരു അവസരം നമ്മളൊക്കെ തന്നതിനും ഞാൻ ഭഗവാനോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പിന്നെ കുറൂരമ്മയുടെ ആ കഥകൾ പറഞ്ഞ് ആ ഭക്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്
ഒരു ഭക്തി, അതിന്റെ മഹത്വം എന്താണെന്നുള്ളത് ചിലപ്പോ അത്രത്തോളം ഭക്തിയുടെ ആ തലത്തിലേക്ക് ഞാൻ ഈ ജന്മത്തിൽ എത്തിയിട്ടുണ്ടാകാത്തത് കൊണ്ടോ എന്തോ എനിക്ക് അറിയില്ല, ആ കുറുരമ്മയുടെ ആ ഭക്തി എന്ന് പറയുന്നത് അതിലേക്ക് ഒരിക്കലും അത് എങ്ങനെയാണെന്ന് നിർവചിക്കാൻ പോലുള്ള ആ ഒരു കഴിവ് എനിക്കില്ല. കാരണം കുറുരമ്മ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ആ അമ്മയുടേത്. ഇപ്പോഴും ഇന്നലെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോ അവിടെ ഒരുപാട് അമ്മമാര്, പല ഒരു 10, 35, 36 വയസ്സിന് മുകളിലുള്ള ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് ആരുമില്ല. പാലക്കാടുനിന്നും കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വരിക. എല്ലാ മാസവും ഒരു ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ എത്ര പേര് എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും ഗുരുവായൂർ അമ്പലം കാണാൻ പോകുന്നുണ്ട്? ഒരു ദിവസമെങ്കിലും ഉണ്ട്. പക്ഷെ ഈ അടുത്ത മുറ്റത്തെ മുല്ലേക്ക് മണയില്ല എന്ന് പറഞ്ഞ പോലെ പലരും ഗുരുവായൂരപ്പനെ കാണാൻ ഒരു വിമുഖത, അതായത് കാണേണ്ട കാര്യം ഇവിടെ അടുത്തിരിക്കുന്ന ആളല്ലേ എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾക്ക് അതൊരു തപസ്യാണ്. അതായത് ഗുരുവായൂരപ്പനെ എല്ലാ മാസവും ചെന്ന് ഒരു ദിവസമെങ്കിലും തൊഴാം. അങ്ങനെ ചെയ്തിരുന്നു കുറുരമ്മ. കുറുരമ്മയ്ക്ക് ഏജ് ആവണ വരെ കുറുരമ്മ ഗുരുവായൂരപ്പനെ എല്ലാ മാസവും പോയി തൊഴുതിരുന്നു എന്ന് പറയുന്നത്. ഒരു പ്രായമാവുന്നവരെ ഗുരുവായൂരപ്പന്റെ പരമഭക്തിയായിട്ടായിരുന്നു കുറുരമ്മ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ കുറുരമ്മ അങ്ങോട്ടേക്ക് പോവാണ്ടിയായി. കുറുരമ്മ വിധവയായതിനു ശേഷം കുറുരമ്മ പിന്നെ വീട്ടിന്റെ പുറത്തിറങ്ങാറേയില്ല. അതുവരെ ഗുരുവായൂരപ്പനെ സ്ഥിരം ഗുരുവായൂർ അമ്പലത്തിൽ പോയി സന്ദർശിച്ചിരുന്ന ഭക്തിയായിരുന്നു കുറുരമ്മ. അതുപോലെ ഞാനിപ്പോ ഈ അമ്മമാരുടെ കാര്യം പറഞ്ഞില്ലേ, ഈ അമ്മമാരൊക്കെ ഇതൊരു തപസ്യാണ്. അതായത് എല്ലാ മാസവും വന്ന് ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം. അപ്പൊ ടെൻഷൻ ആവും. അല്ലെങ്കിൽ അവര് സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് ഇങ്ങനെ കളിക്കും. എന്നിട്ട് പിടിക്കാൻ പോകുമ്പോ എന്നിട്ട് അമ്മ പറയാണ്, എന്റെ സ്വപ്നത്തിൽ വരുന്നു, എന്നിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലം കാണുന്നു, കൊളക്കടവിൽ ഞാൻ വരുമ്പോ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ പിടിക്കാൻ പോകുമ്പോ അവിടെ നോക്കിയിട്ട് വേറെ അപ്പുറത്ത് എവിടെയോ പോകുന്നു. അപ്പൊ ഇത്രയും ഭക്തിയുള്ള അമ്മമാര് ഈ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ആരും തിരിച്ചറിയില്ല. പക്ഷെ ഉണ്ട്, ഭഗവാന് ഏറെ പ്രിയപ്പെട്ട അമ്മമാര് ഈ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറുരമ്മ ഇത്രത്തോളം പ്രസിദ്ധി ആർജിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഭഗവാനെ കാണാൻ പോകുന്നതും അല്ലെങ്കിൽ ഭഗവാനോട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അല്ലെ. നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കുറുരമ്മ അങ്ങനെയല്ലായിരുന്നു. ഭഗവാന്റെ കാര്യത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതാണ് ഭക്തിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ, അതായത് നിഷ്കാമമായി കർമ്മം ചെയ്യുക, എന്നിട്ട് ഫലം ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുക. ഈ സകല ചരാചരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനം ഭഗവാന് കൊടുക്കുക. അപ്പൊ അങ്ങനെ മാതൃഭാവത്തില് അമ്മയുടെ രൂപത്തില് ഭഗവാനെ സ്നേഹിച്ച ഒരാളായിരുന്നു കുറുരമ്മയും പൂന്താനം തിരുമേനി എന്നൊക്കെ പറയുന്നത്. പക്ഷേ നോക്കൂ, അവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ എന്താ ഉള്ളത്? സന്തോഷം. കുട്ടികളില്ലായിരുന്നു കുറുരമ്മയ്ക്ക്. ഭർത്താവ് ചെറിയ പ്രായത്തിലേ മരണപ്പെട്ടു പോയി. എന്നിട്ടോ കുറേ വർഷങ്ങള് വിധവയായിട്ട് ഒരു അടുക്കളക്കാരിയെ പോലെ കുറുരമ്മ ഇവിടെ ഇല്ലത്ത് താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ആരും കുറുരമ്മയെ കൂട്ടിയില്ല. ഈ ഇല്ലത്തുള്ളവരൊക്കെ വേറൊരു ഇല്ല ഉണ്ടാക്കി പോയപ്പോ കുറുരമ്മയും ഒരു പണിക്കാരിയെ മാത്രം ഇവിടെ വെച്ചിട്ട് അവരെല്ലാം പോയി. അപ്പൊ കുറുരമ്മ അപ്പോഴും ഭഗവാനെ മാത്രം ചേർത്ത് പിടിച്ചു. പക്ഷെ കുറുരമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ പറയാ. നമ്മളെല്ലാം ഒറ്റപ്പെടുമ്പോ അയ്യോ നമ്മൾ ഒറ്റപ്പെട്ടു നമുക്ക് ആരില്ലേന്ന് പറയുമ്പോ കുറുരമ്മയ്ക്ക് സന്തോഷമായിരുന്നു. കാരണം കുറുരമ്മയ്ക്ക് രാവിലെ എണീറ്റ് ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കാം, ഭഗവാന് മാല ചാർത്തിയിടാം, ഭഗവാന് പ്രസാദം ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഭഗവത് കാര്യങ്ങളിൽ വ്യാപൃതയാകാനായിട്ട് കുറുരമ്മയ്ക്ക് അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ കുറുരമ്മ സന്തോഷിച്ചു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായി. നമ്മൾ അപ്പൊ എന്താ ചിന്തിക്കുക? നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുക? കൃഷ്ണ, ദുഷ്ട, എനിക്ക് ഇങ്ങനെ വന്നില്ലേ, എനിക്ക് ഇങ്ങനെ തന്നില്ലേ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ എന്ത് ചെയ്യും? കുറ്റം പറയും. എന്നിട്ട് പിന്നെ ഒരു മാസത്തേക്ക് ഗുരുവായൂരപ്പൻ പോവില്ല, വിളക്കും കത്തിക്കില്ല, ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ആ ഭക്തിക്ക് ശക്തി കുറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ മനുഷ്യര് കേവല മനുഷ്യർ എപ്പോഴും ഇങ്ങനെയാണ്. മായ കൊണ്ട് നമ്മളിങ്ങനെ ചിലപ്പോ ഭയങ്കര ഭക്തിയായിരിക്കും, ചിലപ്പോ അത് കുറയും, ചിലപ്പോ പിന്നെയും വിചാരിക്കും ഇനി ഭക്തിയിലേക്ക് വരണം. പക്ഷെ ഫ്ലക്ച്വേറ്റ് ആവാതെ എന്താ പറയാ, ഒരേ സമമായി പോയ ഭക്തി ആയതുകൊണ്ടാണ് കുറുരമ്മയുടെ ഭക്തി ഇന്നും നിലനിൽക്കുന്നത്. അപ്പൊ അമ്മമാരുടെ ഭക്തി ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതെന്തില്ല, അതിനൊരു ഒഴുക്കി ഒരേ തരത്തിൽ പോകുന്നില്ല. അതുകൊണ്ടാണ് അവർ ഭഗവാൻ അവരെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ തീരാത്തോണ്ടോ എന്തോ ആ ഭക്തിക്ക് ശക്തി
കുറഞ്ഞു ഇടയ്ക്ക് പിന്നെയും കുറെ കഴിഞ്ഞ് മായയിലൊക്കെ പെട്ടിട്ട് പിന്നെയും തിരിച്ചു വരും. പിന്നെയും ഭക്തി ഉണ്ടാവും, പിന്നെയും പോകും. അത് അത് ആ ഒരു സ്ഥിരമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ ആ ഭക്തി മനസ്സിൽ ഉറച്ചിട്ടില്ലാത്തതാണ്. മായ അവർ തിരിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ പ്രാരബ്ധ കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് ഒന്നുമില്ല. ഭഗവാന്റെ കാര്യത്തില് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നെഗറ്റീവ് ഇല്ല, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പൊ പോസിറ്റീവ് വരുമ്പോ എല്ലാം നല്ലതായിട്ട് വരും. ഭഗവാൻ അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി മാറും. അപ്പൊ നമ്മള് എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവാ. അപ്പം കുരുടമ്മ ജീവിതത്തിൽ ഉണ്ടായ നെഗറ്റീവ്സിനെയും പോസിറ്റീവായിട്ട് കണ്ടു. ഭർത്താവ് മരിച്ചുപോയി, അപ്പോഴും ചിലപ്പോ ചെറുപ്പത്തിലേ ഭഗവാനെ ആയിരുന്നല്ലോ ഇഷ്ടം, അതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് കുരുടമ്മ സമാധാനിച്ചു, ഭഗവാന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഇല്ലത്തുകാർക്ക് അത് ദേഷ്യായി. അവര് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇങ്ങനെ വിധവകൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് ശാസിച്ചു. എന്നാൽ ഞാൻ വീട്ടിലിരുന്നിട്ട് ഭഗവാനെ പൂജിച്ചോളാന്ന് പറഞ്ഞ് ഇവിടെ ഒരു കൃഷ്ണ വിഗ്രഹവും വാങ്ങി വെച്ച് കുരുടമ്മ അവിടെ ഇരുന്ന് പൂജിക്കാൻ തുടങ്ങി കൃഷ്ണനെ. അങ്ങനെ പൂജിച്ച് അവിടെ ഭഗവത് സാന്നിധ്യം ഉണ്ടായി. അപ്പോ ഇവിടെയുള്ള ആളുകൾക്കുകളിലെ ഭഗവാൻ പുറത്ത് പുകച്ച്, അപ്പൊ ഇവിടെ ഭഗവത് സാന്നിധ്യം ഉണ്ടായപ്പോ ഭഗവാൻ ഇഷ്ടപ്പെടാത്തവരെയൊക്കെ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചു. അങ്ങനെ കുരുടമ്മയെ ഇവിടെ ഒറ്റപ്പെടുത്തിയെങ്കിലും കൂടെ സദാ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടും ഉള്ള ഒരു സഹായി ഉണ്ടായിരുന്നു ആ കാലത്ത് കുരുടമ്മയ്ക്ക്. അങ്ങനെ കുരുടമ്മ ഒരു മധ്യവയസ്കയായി, പിന്നെ അങ്ങനെയായി ഒരു 10-50ഓളം വയസ്സായപ്പോഴേക്കും ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടി വലുതായി. ആ കൃഷ്ണൻ ഇവിടുത്തെ ദാസിയായി, ഒരു ദാസിയുടെ ഏൽപ്പിച്ചിട്ട് പോയി എന്നല്ലേ പറഞ്ഞ, ആ ദാസിയുടെ മകനായിരുന്നു. അങ്ങനെ ആ മോനെ സ്വന്തം മോനെ പോലെ ആ അമ്മ നോക്കിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയും അമ്മയും, ആ കുട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് നാട് പോയപ്പോ കുരുടമ്മ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ കൃഷ്ണൻ പോകാൻ പോകുന്ന ദിവസം കുരുടമ്മയോട് പറയാണ്, കുരുടമ്മ അമ്മിനി എന്ത് ചെയ്യും, ഞങ്ങൾ നാട് വിട്ട് പോവാണ്, അമ്മ ഇനി എന്താ ചെയ്യാ? അപ്പൊ അമ്മ നല്ല പ്രായമായി വരുന്നുണ്ട്, 10-60 വയസ്സിലേക്ക് അടുത്തു. അപ്പൊ അമ്മ പറഞ്ഞു, സാരില്ല, നീ നിന്റെ കർമ്മം നോക്കി പൊയ്ക്കോളൂ, എന്റെ കൂടെ ഭഗവാൻ ഉണ്ടാവും, എന്റെ കുഞ്ഞിക്കണ്ണൻ എന്നെ കൈവെടിയില്ല. ആ അമ്മയ്ക്ക് അറിയാം എങ്ങനെയെങ്കിലും ഭഗവാൻ ഏതെങ്കിലും രൂപത്തില് ഭഗവാൻ വരും എന്ന്. ആ അമ്മയുടെ ആ നിശ്ചയദാർഢ്യം, ആ കൃഷ്ണൻ അന്ന് അമ്മയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയി ചന്തയിൽ തിരിച്ചു വരുമ്പോ ഒരു കൊച്ചുകുട്ടി അവിടെ ഇരിക്കാണ്. ആ കൊച്ചുകുട്ടി കൃഷ്ണന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാം, എനിക്ക് ആരുമില്ല, എനിക്ക് വിശക്കുന്നു എന്ന് പറയാം. അപ്പൊ നീ ആരാന്ന് ചോദിക്കാൻ പറയും, ഞാൻ കുറെ ദൂരത്തു നിന്നാണ്, എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല ആരുമില്ല, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ മതി, ഞാൻ എന്ത് പണി വേണമെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞു. ഒരു ഉണ്ണിക്കണ്ണൻ അവിടെ വഴിയരികിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണന് തോന്നി, ശരിയാണല്ലോ, കുരുടമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ, ഈ കുട്ടിയെ കുരുടമ്മയുടെ കൂട്ടുകാരനായിട്ട് നമുക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു കൊച്ചുകുട്ടിയാണ്, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യത്തിന് കുരുടമ്മയ്ക്ക് സഹായമൊക്കെ ചെയ്യാൻ ഈ മോനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ആ ഉണ്ണിയെ കൂട്ടിയിട്ട് കൃഷ്ണൻ കുരുടമ്മയുടെ അടുത്ത് വരികയാണ്. കുരുടമ്മയ്ക്ക് ആ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവും. ഒന്നാമത്തെ കാര്യം, കുരുടമ്മ ഇങ്ങനെ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും ഉണ്ണിക്കണ്ണനോട്, അല്ലെ കൃഷ്ണ ഇന്ന് എന്താ പൂ പറിക്കാത്തെ, അല്ലെങ്കിൽ ഇതെന്താ നീ അത് ചെയ്യാത്തെ ഇത് ചെയ്യാത്തെ, പക്ഷികളോട് കാക്കയോട് എല്ലാം കുരുടമ്മ സംസാരിക്കും കൃഷ്ണനെ കുറിച്ചിട്ട്, കൃഷ്ണന്റെ കഥകളെ കുറിച്ചിട്ട്. ഒരു എന്താ പറയാ, ഇവിടെ ഒരു തുളസി, ആ തുളസി കുറച്ച് പട്ടുപോയാൽ കുരുടമ്മ പരാതി പറയും, എന്താ കണ്ണാ നീ ഇങ്ങനെ എന്റെ തുളസിയെ ഇങ്ങനെ കഴിച്ചു കളയുന്ന, ഞാൻ എത്ര വെള്ളം ഒഴിക്കുന്നതാ, നീ നല്ലോണം ഇനി നല്ല പൂ തരണോട്ടോ എനിക്ക്, ഇതിന്റെ കണ്ണിന് ഇങ്ങനെ ശാസിക്കും. അതായത് ഭഗവാനെ ശാസിക്കാൻ ആർക്കേ അധികാരമുള്ളൂ, അമ്മയ്ക്കല്ലേ അധികാരമുള്ളൂ. അപ്പൊ ആ അമ്മയുടെ എല്ലാ അധികാരങ്ങളും എടുത്തുകൊണ്ടായിരുന്നു കുരുടമ്മ അവിടെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. കുരുടമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഇനി ഒരാളായി എന്നുള്ള സന്തോഷത്തില് കുരുടമ്മ ആ ഉണ്ണിയുടെ ഒപ്പം കൂടുകയാണ്. അങ്ങനെയാണ് പിന്നെ ഉണ്ണിക്കണ്ണൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി കളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ, ഭഗവാൻ, പക്ഷെ ഭഗവാനാണ് കൂടെ ഉള്ളതെന്ന് ഇത്രയും ഭക്തിയുള്ള കുരുടമ്മയ്ക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാ? ഭഗവാൻ മായ കൊടുത്ത് മറച്ചു ആ ബുദ്ധി. കുരുടമ്മയ്ക്ക് പലപ്പോഴും തോന്നി, ഇവനാളെ കൊള്ളാല്ല, സാധാരണക്കാരല്ല, അങ്ങനെ ഒരു ബുദ്ധി തോന്നുമ്പോ ഉടനെ അങ്ങ് മറച്ചു കളയും. ഇത് തന്നെയാ യശോദാമ്മയോട് ചെയ്തത്. യശോദാമ്മ മണ്ണ് വാരി കളിച്ച് വായ തുറന്നു നോക്കുമ്പോ സകല ബ്രഹ്മാണ്ടവും വായയിൽ അമ്മ കണ്ടു. കണ്ടതോടുകൂടി അമ്മ തന്റെ മകൻ സാധാരണക്കാരനല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അപ്പൊ മായ കൊടുത്തത് മറച്ചു. അപ്പൊ പെട്ടെന്ന് ഇതെന്താ, ഞാനിപ്പോ കണ്ടിട്ട് എന്താ, എന്റെ കുഞ്ഞിയുടെ വായിൽ എന്താ, മണ്ണ്, അത്രേ ഉള്ളൂ.
ബാക്കിയൊക്കെ അമ്മ മറിച്ചു കളയാം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഭഗവാനെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ രൂപങ്ങളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ മായ കാരണം നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല രൂപത്തിലും പല ഭാവത്തിലും അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുമ്പോഴേക്കും മായ തന്ന് അതിനെ അങ്ങ് മറച്ചു കളയാണ് കൃഷ്ണൻ. അപ്പൊ അതുപോലെ ഉണ്ണിക്കണ്ണൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുറുരമ്മയുടെ. അപ്പൊ കുറുരമ്മ എന്ത് സാധനം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഭഗവാന് നേരിടും. അപ്പൊ ഈ ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്യാന്ന് വെച്ചാല് കുറുരമ്മ അങ്ങോട്ട് കളയുമ്പോ ഉപ്പുമാവ് എടുത്ത് കഴിക്കും. അപ്പൊ ഉപ്പുമാങ്ങ ഭഗവാന് നേദിക്കുന്നത് കുറുരമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഉപ്പുമാങ്ങ വെച്ച കലത്തിന്റെ അകത്ത് കയറി ഇറങ്ങി ഇരുന്നുകൊണ്ട് ഈ ഉപ്പുമാങ്ങ എടുത്ത് തിന്നും ഭഗവാൻ. അതായത് ഇവിടെ വെക്കുന്നത് പോരാഞ്ഞിട്ട് എടുത്ത് തിന്നും. എന്തിനാന്ന് വെച്ചാൽ അടി കിട്ടാൻ വേണ്ടിയിട്ട്, കുറുരമ്മ ചീത്ത പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാൻ യശോദ അമ്മ ചെയ്ത ലീലകൾ ആസ്വദിക്കുന്നു. അതെല്ലാം യശോദാമ്മയുടെ തന്നെ പുനർജന്മമായിരുന്നു എന്നാ പറയുന്നത് കുറുരമ്മ. അപ്പൊ അമ്മ എല്ലാ കാര്യങ്ങളും അത് ഭഗവാൻ ലീലകളായിട്ട് അതൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് കുട്ടികളുടെ കളിയും ചിരിയും തമാശ എല്ലാം അതെല്ലാം കൊടുത്തു കൃഷ്ണൻ രൂപത്തിൽ വന്നിട്ട്. അപ്പൊ കലത്തിൽ അടച്ച കഥ നിങ്ങൾക്കറിയില്ലേ? ഇതുപോലെ ഒരു ദിവസം ഉപ്പുമാങ്ങ എടുക്കാൻ പറഞ്ഞു വിട്ടതാ. കുറെ നേരം എനിക്ക് കാണാനില്ല. അകത്തിരുന്ന് നല്ലോണം ഉപ്പുമാങ്ങ തിന്നോണ്ടിരിക്കുക. എന്നാ പിന്നെ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് കലം എടുത്ത് മുകളിൽ വെച്ച് അടച്ചു. അതിന്റെ മേലെ എന്തു ചെയ്തു? ആരെയാണ് അടച്ചിരിക്കുന്നത്? അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥൻ. എന്നിട്ട് കല അടച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ഇഷ്ടിക എടുത്തു വെച്ചു. ഈ ഇഷ്ടിക എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മണ്ണുകൊണ്ട്. മണ്ണുകൊണ്ടുള്ളതാണ് ഈ ഭൂമി. ഈ ഭൂമിയെ എടുത്ത് ഉയർത്തിയിട്ടുണ്ട് വരാമ രൂപത്തിൽ. ആര്? ഭഗവാൻ. ഇതേ ഭഗവാൻ. ഭഗവാന്റെ മേലെ എടുത്തൊരു കുഞ്ഞി ഇഷ്ടിക കഷ്ണം വെച്ച് അടച്ചിരിക്കുക. ഇങ്ങനെ പൂ നൂതിയാൽ പറത്തിയിടാൻ ഭഗവാന് സാധിക്കും. കാരണം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, അല്ലെ ഇതെല്ലാം ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഭഗവാൻ ഒന്നും ചെയ്തില്ല. ഭഗവാൻ കലത്തിന്റെ അകത്ത്, കരി പിടിച്ച കലത്തിന്റെ അകത്ത് അങ്ങനെ ഇരുന്നു. എപ്പോ കുറുരമ്മ വന്ന് കല ഉയർത്തണം വരെ ഇരുന്നു. എന്താണത്? അതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്. കുറുരമ്മയുടെ ഭക്തിയുടെ പവർ കാരണം ഭക്തന്റെ ദാസനായിട്ടിരിക്കുകയാണ് ഭഗവാൻ. എന്ന് വെച്ചാല് ഭഗവാൻ എന്തും ചെയ്യാം, പക്ഷെ ഒന്നും ചെയ്യില്ല. എല്ലാത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഭക്തന് കൊടുത്ത് എന്നെ വഴക്ക് പറയണോ, ശാസിക്കണോ, എന്നെ അടിക്കണോ, എന്നെ പിച്ചണോ, മാറ്റണോ, എന്നെ കലത്തിൽ അടയ്ക്കണോ, പൂട്ടിയിടണോ, എല്ലാം. പക്ഷെ കുറെ നേരം കഴിഞ്ഞ കുരുടം ഇതൊക്കെ മറന്ന് കുഞ്ഞിനെ കലത്തിൽ അടച്ചിരിക്കുകയാണ്. കുഴമ പൂ പറിക്കണോ, മാല കെട്ടണോ, നാരായണ 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 എന്നൊരു സകലമായ സമയം ഉണ്ണിയെ പറ്റിയിട്ടാണ് ഓർത്ത് നടക്കുന്നത്. പക്ഷെ ഉണ്ണിയെ കലത്തിൽ അടച്ചിരിക്കുകയാണെന്ന് ഓർക്കുന്നതില്ല. ഉഴമ വയസ്സായല്ലോ, മറന്നുപോയി. കുറെ കഴിഞ്ഞ് ഭഗവാന്റെ നാമൊക്കെ ചൊല്ലി വിളക്കൊക്കെ കത്തിച്ച ശേഷം ഇവനെന്താ ഈ ഉണ്ണി എവിടെ? ഈ ഉണ്ണി ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. അവൻ ഇന്ന് പൂ പറിച്ചു വെച്ചിട്ടില്ല, അവൻ ഇന്ന് വിളക്ക് തേച്ച് വെച്ചിട്ടില്ല, ഈ ചെക്കനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഈശ്വര, ഞാൻ കുഞ്ഞിനെ കലത്തിൽ അടച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലും. കുഴമ കരഞ്ഞോണ്ടാ ചെല്ലുന്നത്. കാരണം ഇത്രയും നാമം ജപിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കുഞ്ഞ് അതിനുള്ളിൽ ഈ ശ്വാസം മുട്ടി ചത്തുപോയോ? ഞാൻ എന്ത് പാപിയാണ്? എനിക്ക് ചുമ്മാതെയല്ല ഭഗവാൻ ഒരു കുഞ്ഞിനെ തരാത്തത്, ഞാൻ മഹാപാപിയാണ്. എനിക്ക് ഒരു യോഗ്യതയില്ല. ഒരു കൊച്ചു കുട്ടിയെ കലത്തിൽ അടച്ചിട്ട് ഞാൻ ഇത്രയും നേരമായിട്ട് ഒന്ന് ഓർത്തതോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുഴമ ഓടിച്ചെന്ന് നോക്കുമ്പോ ഭഗവാനെ കലത്തിൽ വരുമ്പോ ഭഗവാൻ തിരിച്ചുകൊണ്ട് അപ്പോഴും കണിമാങ്ങ തിന്നോണ്ട് അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുഴമ്പെണെങ്കിലോ സങ്കടം കൊണ്ട് കെട്ടിപ്പിടിച്ചു ഭഗവാനെ. എന്റെ കണ്ണ, ഞാൻ ഇത്രയും നാമം ജപിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. കണ്ണനല്ലേ നിന്റെ ഉള്ളിൽ ഇരിക്കണേ, എന്നിട്ട് ഞാൻ നിന്നെ ദ്രോഹിച്ചില്ലേ? അപ്പോ കുഴമ കരയുമ്പോ കൃഷ്ണൻ കണ്ണുനീര് തൊട്ടിട്ട് പറയും, സാരമില്ല അമ്മേ, ഇതൊക്കെ എന്റെ കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ. അമ്മ എന്നെ എന്ത് ചെയ്താലും, അമ്മേനെ തല്ലിയാലും അമ്മേനെ വേദനിപ്പിച്ചാലും ഒന്നും ഞാൻ ഒന്നും എനിക്ക് ഒരു വിഷമില്ല അമ്മേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതാണ് ഭഗവാൻ കൃഷ്ണ. ആർക്ക് കിട്ടിയ ഈ ഭാഗ്യം? ഭഗവാൻ എന്തിനും തയ്യാറാപ്പോ എന്തൊക്കെ സങ്കടങ്ങൾ ഭഗവാൻ കൊടുത്തു, ഒറ്റപ്പെടുത്തി, ഇത്രയും വയസ്സ് വരെ ആരും ഇല്ലാണ്ടാക്കി. പക്ഷെ കുരുടമ്മയുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാരണം, ഭക്തിയുടെ ശക്തി കാരണം, വിശ്വാസത്തിന്റെ ശക്തി കാരണം, ഭഗവാനെ മുറുക്കം പിടിച്ചത് കാരണം ഭഗവാൻ പിടി കൈവിട്ടതേ ഇല്ല. മാത്രല്ല ആർക്കും കിട്ടാത്ത മഹാഭാഗ്യങ്ങളാണ് കുരുടമ്മയ്ക്ക് കിട്ടിയത്. ഇത് ഈ കുരുടമ്മയുടെ കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. മാതൃക എന്ന് വെച്ചാൽ നമുക്കൊന്നും അനുകരിക്കാൻ പോലും പറ്റില്ല. നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്ത് പലതരത്തിലുള്ള ഭൗതിക
കാര്യങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് സ്ഥിരത കിട്ടണമെന്നുണ്ടെങ്കിൽ നാമം ജപിക്കുക, ഇതുപോലുള്ള ഭക്തരായിട്ടുള്ള ആളുകളുടെ ജീവിത കഥകൾ വായിക്കുക, പഠിക്കുക. ഇതുപോലെ തന്നെയാണ് പൂന്താനത്തിന്റെ കഥയും. പൂന്താനം നമ്പൂതിരി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മകൻ ജനിക്കുന്നു. കുറെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കുന്നത്. എന്നിട്ട് എന്ത് പറ്റി? ആ കുഞ്ഞിന്റെ 1ാം പിറന്നാളിന്റെ അന്ന് അത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ആ സമയത്ത് ആ കുഞ്ഞ് മരണപ്പെടുകയാണ്. ആ കഥ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോ പൂന്താനത്തിന് വേണമെങ്കിൽ അതോടുകൂടി വിപരീത ഭക്തിയിലേക്ക് പോവാം. നല്ലൊരു ഭക്തനായിരുന്ന ഞാൻ ഭഗവാനെ ഇത്രയധികം സ്നേഹിച്ചതല്ലേ, ഞാൻ ഭഗവാന് വേണ്ടിട്ട് എന്തൊക്കെ സന്താന ഗോപാലം വരെ എഴുതി സമർപ്പിച്ചപ്പോഴാണ് മകൻ ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരെ ചെയ്ത എന്റെ കുഞ്ഞിനെ നീ കൊണ്ടുപോയില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ അങ്ങോട്ടെ ഭാഗത്തേക്ക് നോക്കാതെ പോകാം. പക്ഷേ അത് പോസിറ്റീവായിട്ട് പൂന്താനം എടുത്തു. അന്ന് മുതൽ പൂന്താനത്തിന്റെ മോനാരാ? കൃഷ്ണനാണ്. അപ്പൊ മോനായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. മകന്റെ ഭാവത്തിൽ എപ്പോഴാവശ്യം വരണോ അപ്പോ മകന്റെ ഭാവത്തിലെ, മകന്റെ രൂപത്തിലെ, പല രൂപങ്ങളിലെ, പല ഭാവങ്ങളിലെ കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങളെയും പോസിറ്റീവായിട്ട് എടുക്കണം. ഭക്തിയുടെ ശക്തിയും വിശ്വാസവും കൊണ്ട് എന്നാണ് ഈ ഭക്തരുടെ കഥകളിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ കുറുരമ്മ അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. കുറുരമ്മ വയസ്സായി ദീനപ്പെട്ട് കൃഷ്ണൻ മടിയിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ കൃഷ്ണന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ കൃഷ്ണൻ കുഞ്ഞു വാവയാണ്, കുഞ്ഞിക്കുട്ടിയാണല്ലോ. കുറുരമ്മ നല്ല പ്രായമായി. കുഞ്ഞിക്കാണെങ്കിൽ അധികം വയസ്സൊന്നും ആയിട്ടില്ല. ഒത്തിരി ഏജ്ഡ് ആയിട്ടാണല്ലോ കൃഷ്ണൻ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോ കുറുരമ്മയ്ക്ക് അറിയാം കുറുരമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. ഇത്രയും കാലം കുറുരമ്മ എന്തിനാ കാത്തിരുന്നത്? ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ വന്നപ്പോഴോ ഈ കുഞ്ഞിനെ കിട്ടി. ഈ കുഞ്ഞിനെ കൃഷ്ണനായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ കുറുരമ്മ മടിയിൽ കിടന്ന് ചോദിക്കാൻ, ഞാൻ എന്റെ ഉണ്ണിക്കണ്ണന്റെ അടുത്ത് പോവാണ്. ആയിക്കോട്ടെ അമ്മ പോയിക്കോ. പക്ഷെ എന്റെ ഉണ്ണി, നീ ഇനി എന്താ ചെയ്യാ? നിന്നെ ഇനി ആരാ നോക്കുക കൃഷ്ണ? എനിക്ക് അതാണ് ആകുലത. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ ഭഗവാന്റെ അടുത്ത് പോകണേ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഉണ്ണിക്കണ്ണന്റെ അടുത്ത് പോകാൻ പറ്റണേ എന്നാ ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിന്റെ മുഖം കാണുമ്പോ, നിന്നെ കാണുമ്പോ കൃഷ്ണ എന്തിനാ നീ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്? ഈ ഉണ്ണിക്കണ്ണനെ അവസാന കാലത്ത് എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് എന്തിനാ കൃഷ്ണ നീ എന്തിനാ ഇങ്ങനെ ചെയ്യണെന്ന് പറഞ്ഞിട്ട് കുറുരമ്മ ഉണ്ണിയെ കുറിച്ച് ആകുലപ്പെട്ട് കരയാണ്. മരണാസന്നയായി കിടക്കുമ്പോ ഉണ്ണിയെ കുറിച്ച് ആലോചിച്ച് കരയായിരുന്നു കുറുരമ്മ. അന്നേരം പോലും അറിയില്ല അത് കൃഷ്ണനാണെന്നുള്ളത്. പക്ഷെ എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഭഗവാനാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കഥ നിങ്ങൾക്ക് അറിയാം. വില്വമംഗലം സ്വാമിയാര് ആ കഥ അറിയില്ലേ? വില്വമംഗലം സ്വാമിയാരെ കുറുരമ്മ ഈ ഇല്ലത്തേക്ക് വിളിക്കും ഒരു പൂജ ചെയ്യാൻ. അപ്പൊ കുറുരമ്മ കുളക്കടവിൽ പോകുമ്പോ കൂട്ടുകാരി പറയും, ഇന്ന് എന്റെ വീട്ടില് വില്വമംഗലം പൂജയ്ക്ക് വരുന്നുണ്ടെന്ന്. അപ്പൊ കുറുരമ്മ കേട്ടിട്ടുണ്ട് വില്വമംഗലത്തെ കുറിച്ചിട്ട്. വലിയ ജ്ഞാനിയാണ്, കൃഷ്ണനെ നേരിട്ട് സംസാരിക്കുന്ന ആളാണ്, ഗുരുവായൂരപ്പന്റെ പരമഭക്തനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് എന്റെ ഇവിടത്തെ ഉണ്ണിക്കണ്ണൻ ഒരു പൂജ ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വില്വമംഗലത്തിനെ വിളിക്കാൻ പോകുമ്പോ വില്വമംഗലം എന്ത് ചെയ്യും? സമ്മതിക്കൂല ആദ്യം. അപ്പോ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, എന്തോ ഒരു പൂജ ചെയ്യുമ്പോ ഭഗവാൻ വരുന്നില്ല കൺമുന്നില്. സാധാരണ എന്ത് കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായാലും ഉടനെ കണ്ണനെ പ്രത്യക്ഷപ്പെടുത്തപ്പോ ഭഗവാൻ നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ കുറുരമ്മയുടെ ഇല്ലത്തിൽ പോകണില്ല എന്ന് പറഞ്ഞ് ചെയ്ത ഒരു പൂജയിലും ഭഗവാൻ അവസാനം പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പോ വില്വമംഗലത്തിന് വല്ലാത്ത മനസ്താപം, ലജ്ജയും തോന്നും. അങ്ങനെ ഭഗവാനെ കുറെ ദിവസങ്ങള് അപേക്ഷിച്ച് കരയുമ്പോ ഒരു ദിവസം കൃഷ്ണൻ വന്ന് പറയും, ഭഗവാൻ വന്ന് പറയും, എന്റെ പരമഭക്തയായ കുറുരമ്മ ഇല്ലത്തേക്ക് ക്ഷണിച്ചിട്ട് പൂജയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞില്ലേ? അത് എനിക്കാണ് വേദനയായത്. കുറുരമ്മയുടെ വേദന എന്ന് പറഞ്ഞാല് എന്റെ വേദനയാണ്. ഭക്തനെ വേദനിപ്പിച്ച ആർക്കാ വേദനിക്കുക? ഭഗവാനാണ് വേദനിക്കുക. അപ്പോ ഭഗവാൻ പറഞ്ഞു, എനിക്ക് വേദനയായി, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് നീ വലിയ ജ്ഞാനിയും എനിക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്റെ കുറുരമ്മ എന്റെ സ്വന്തം അമ്മയാണ്, എന്റെ അമ്മയാണ് വേദനിപ്പിച്ചത്. വേഗം പോയിട്ട് കുറുരമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയാം. അപ്പൊ വില്വമംഗലം പറയും, ഞാൻ ഇതാ പോവാണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ വിടും ആളെന്നെ. കുറുരമ്മയ്ക്ക് പൂജ ചെയ്യാനായിട്ട് വിടും. അങ്ങനെ കുറുരമ്മ പൂജ ചെയ്യാനായിട്ട് വിടുമ്പോ പൂജയ്ക്കുള്ള പൂക്കളൊക്കെ ഒരുക്കുന്നത് ആരാ? സാക്ഷാൽ ഉണ്ണിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വില്വമംഗലം വീട്ടിൽ വന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആദ്യം തന്നെ ഉണ്ണിയെ
ശ്രദ്ധിക്കും. അപ്പൊ അമ്മയുടെ അടുത്ത് ഏതായി ഉണ്ണിയെന്ന് ചോദിക്കുമ്പോൾ പറയും ഇവൻ എന്റെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു പയ്യനാണെന്ന്. അപ്പൊ കൃഷ്ണനാണെങ്കിലോ ഒരു നിസ്സംഗ ഭാവമാണ് വില്ലുമംഗലം എല്ലാം ചെയ്യുമ്പോ വില്ലുമംഗലത്തിന് കണ്ടപ്പോ തന്നെ ഇഷ്ടമായില്ല. കാരണം കുസൃതിയാണല്ലോ കൃഷ്ണൻ. അതെടുത്ത് അവിടെ വെക്കുക, ഇതെടുത്ത് ഇവിടെ വെക്കുമ്പോ ആ മൊന്തെടുത്ത് അപ്പുറത്ത് വെക്കുക. അപ്പൊ വില്ലുമംഗലം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യുന്ന ഇഷ്ടം, എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യാം. അതല്ല കൃഷ്ണൻ ഭയങ്കര കുസൃതിയാണല്ലോ. വില്ലുമംഗലം ഓരോ മന്ത്രം ഒഴിവിടുമ്പോഴും ഇങ്ങനെ കള്ള ദൃഷ്ടിയിലൂടെ നോക്കുക, ഇവൻ ഏതാ ഇത്, ഇവൻ എവിടുന്ന് കിട്ടി കുരുടമ്മയ്ക്ക് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഭഗവാൻ ചിരിക്കാണ് ഇതെല്ലാം കണ്ടിട്ട്. കുരുടമ്മ പറയും, നീ ഒരു ഇതാക്കരുത്, ഉണ്ണിയപ്പോ ഒന്നും എടുത്ത് കഴിക്കരുത്, ഇതെല്ലാം പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് തരൂ കേട്ടോ എന്നൊക്കെ. അതുകൊണ്ട് എല്ലാം പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ബാക്കിൽ കെട്ടി നിൽക്കണം, അല്ലെങ്കിൽ പേടിയാവും കുരുടമ്മയ്ക്ക്. കണ്ണടച്ച് എല്ലാവരും ഇരിക്കുമ്പോ ഉണ്ണി വന്ന് എടുത്തിട്ട് കഴിച്ചിട്ട് പോകും. അപ്പൊ എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്നും എടുക്കരുത്, എല്ലാം കഴിഞ്ഞിട്ട്. അതാണ് നമ്മുടെ വീട്ടിലും കുട്ടികൾക്ക് ഭഗവാന്റെ ഒരു സ്വഭാവം വരും. അവർക്ക് ഇഷ്ടമുള്ള സാധനം വെക്കുമ്പോ അവർ എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കണ്ണ് തപ്പിയാല് അവർ അടിച്ചുകൊണ്ട് പോകും. ഇത് ഭഗവാന്റെ സ്വഭാവം തന്നെയാണ് അവരിൽ കാണുന്നത്. കുഞ്ഞുങ്ങള് ഭഗവാനാണ്. ഒരു 10 വയസ്സ് വരെ എല്ലാ മക്കളുടെ ഉള്ളിലുള്ളത് ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എന്നിട്ടും ഇന്നത്തെ കാലത്ത് ആളുകള് കുഞ്ഞുങ്ങളെ എടുത്ത് വലിച്ചെറിയുക, കുഞ്ഞുങ്ങളെ കൊല്ലുക, എന്തൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിക്കുന്നത്. നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ എത്ര ജന്മം ഇവരൊക്കെ 100 കണക്കിന് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി വഴിപാട് ചെയ്താലേ ഈ ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഇത്രയും വഴിപാട് ഞാൻ ചെയ്തു, ഇത്രയും ചികിത്സ ഞാൻ ചെയ്തു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എനിക്കൊരു കുഞ്ഞിനെ തരാത്ത എന്താ ഭഗവാനെ ചോദിച്ചാ ഉത്തരം തേടി ചിലപ്പോൾ 10 ജന്മം മുകളിൽ പോകേണ്ടി വരും. നിങ്ങൾ ഒരു കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും, ഒരു കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ അതിന് മരണമാകുന്ന രീതിയിൽ ഒരു വേദന നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തത്. അപ്പൊ അതിന് പിഴവുള്ളുക, ആ പ്രാരാബ്ധ കർമ്മം അവസാനിപ്പിക്കാനുള്ള കർമ്മം എന്താണോ അത് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഉണ്ണിക്കണ്ണന്റെ കുസൃതികള് കുരുടമ്മ പേടിച്ച് ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ വില്ലുമംഗലം സംശയിച്ച് ആസ്വദിക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് സംശയിച്ച് ആസ്വദിക്കുന്നു. കുരുടമ്മയാണെങ്കിലോ ഇവൻ ഈ ചെയ്യണൊക്കെ വില്ലുമംഗലത്തിന് ഇഷ്ടാവോ എന്ന് പറഞ്ഞിട്ട് എന്നാ കുരുടമ്മയ്ക്ക് ചിരിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കണ്ടടച്ച് ഇരിക്കുമ്പോ ഭഗവാൻ അർഘ്യം സമർപ്പിക്കുമ്പോ എല്ലാ അർഘ്യവും വന്ന് വീഴുന്ന എവിടെയാ? ഭഗവാന്റെ പാദത്തിൽ. അത് ആര് മാത്രം കാണുന്നുണ്ട്? വില്ലുമംഗലം മാത്രം കാണുന്നുണ്ട്. വില്ലുമംഗലം ആ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ തൊഴുത്തിട്ട് പറയും, കൃഷ്ണ നീ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോ കൃഷ്ണൻ പറയും, മിണ്ടി പോലും. കുരുടമ്മ കേൾക്കാൻ പാടില്ലാന്നുണ്ട്. അടുത്തിരിക്കുന്ന കുരുടമ്മ ഒന്നും അറിയില്ല. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കുരുടമ്മ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സാക്ഷാൽ കൃഷ്ണനാണ് ഇതെല്ലാം ചെയ്ത് കൂടെ ഉള്ളത് എന്നുള്ളത് അറിയുന്നതേയില്ല. അപ്പൊ മരണാസന്നയായി കിടക്കുമ്പോഴും കുരുടമ്മ കൃഷ്ണ എന്തിനു നീ എന്നോട് ഇങ്ങനെ ചെയ്തു, ഈ ഉണ്ണിക്കണ്ണനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെ കൃഷ്ണ നിന്റെ കൂടെ വരിക, എങ്ങനെ കൃഷ്ണ നിന്റെ കൂടെ വരിക. അപ്പൊ നമ്മൾ മരണസമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതായി മാറും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് നമുക്ക് മരിക്കാനാവുന്ന സ്വച്ഛന്ത മൃത്യു എന്നുള്ള അവസ്ഥ വരുമ്പോ നമ്മുടെ ആത്മാവിരിക്കുന്നത് ഭ്രൂമധ്യത്തിലാണ്. ഞാനിപ്പോ സ്വസ്തിക തൊട്ടിരിക്കുന്ന സ്ഥലത്ത് ഭ്രൂമധ്യത്തിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഭഗവാൻ തരും. എന്തിനാന്ന് വെച്ചാല് ഈ ആയുഷ്കാലത്തില് നീ ആരെയാണ് ഏറ്റവും കൂടുതൽ ഓർത്തത്, അതായി നീ മാറും. ജഡഭരത്തിനെ ഓർത്തത് ആരെ കുറിച്ചിട്ടാ? മാനിനെ കുറിച്ചിട്ടാണ് ഓർത്തത്. അയ്യോ ഈ മാനിനെ എന്ത് ചെയ്യും, ഈ മാനി ഞാൻ ചത്തുപോയി ആര് നോക്കും? ചിലർ പട്ടികളെ ഓർക്കാം, ഞാൻ മരിച്ചു എന്റെ ഈ ഡോഗിനെ ആരാ നോക്കാം? ചിലര് സീരിയലിനെ കുറിച്ചിട്ട് ആലോചിക്കാം. ഭഗവാൻ ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ ഞാൻ എന്താ ചെയ്യാ? അതാണ് നിങ്ങൾ എന്തിനാണോ തുടരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും മരണസമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പൊ ആരെയാണ് നമ്മൾ അവസാനം ഓർക്കേണ്ടത്? ഭഗവാൻ. അപ്പൊ നമ്മൾ ആരെ കുറിച്ചിട്ടായിരിക്കും നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്? ഭഗവാനെ കുറിച്ച്. അപ്പൊ ആ ചിന്ത വരണമെങ്കിൽ എന്ത് ചെയ്യണം? നാമം ജപിക്കണം, ഭഗവാന്റെ കാര്യങ്ങൾ നിരന്തരം കേൾക്കണം. നമ്മള് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആർക്കാണ്? ഭഗവാൻ. അപ്പോഴേ എന്ത് വൃത്തി കിട്ടുള്ളൂ, മോക്ഷം കിട്ടി എവിടെ പോകാൻ പറ്റുള്ളൂ? നീ ആരെയാണോ ചിന്തിക്കുന്നത് നീ അവിടേക്ക് എത്തും. ചില ആളുകൾ ശിവനെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ശിവലോകത്തേക്ക് പോകും. ഗണപതിയെ ആയിരിക്കും ചിന്തിക്കുന്നത്, അവർ അവരുടെ ലോകത്തേക്ക് പോകും. ദേവിയെ കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്, അവരുടെ ലോകത്തേക്ക് പോകും. ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാലേ സ്പിരിച്വൽ വേൾഡിൽ ഏറ്റവും അങ്ങേയറ്റം ഗോലോകം വൈകുണ്ഠത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ചിന്തിച്ചാലും ബ്രഹ്മലോകത്തിൽ വരെ എവിടെ ജനിച്ചാലും നമുക്ക് എവിടെ വരെ പിന്നെയും നമ്മള് ചെയ്തു വെച്ച് നല്ല കർമ്മങ്ങളുടെയൊക്കെ ഫലം അനുഭവിച്ചിട്ട്
മോക്ഷം കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ പരമമായ മുക്തി, ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്. പിന്നെ നമ്മൾക്ക് വൈകുണ്ഠം, നമുക്കിങ്ങനെ ആകുലകളില്ല. നമ്മുടെ ആത്മാവിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എത്തി. അത് ആരെ വിളിച്ചാലേ കിട്ടുള്ളൂ? ഭഗവാനെ വിളിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ ഓർമ്മ ജനിക്കണമെങ്കിൽ ഭഗവാനെ നിരന്തരം ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഭഗവാനെ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുരൂരമ്മ ഇപ്പൊ ആരെ കുറിച്ച് ആലോചിക്കുന്നത്? ഈ ഉണ്ണിയെ പറ്റി ആലോചിക്കും. പക്ഷെ ഈ ഉണ്ണി ആരാ? ഭഗവാനാണ് അല്ലെ? അപ്പൊ എന്തായാലും ഭഗവാന്റെ അടുത്തേക്ക് എത്തും, അത് ഉറപ്പാണ്. അപ്പൊ ഈ ഉണ്ണി ഭഗവാനാണ്. പക്ഷെ ആർക്കത് അറിയില്ല. കുരൂരമ്മയ്ക്ക് അറിയൂല്ല, കുരൂരമ്മയ്ക്ക് ആശങ്കയുണ്ട്, കുരൂരമ്മയ്ക്ക് അറിവുണ്ട്. അവസാനം ആരെയാണോ ആലോചിക്കുന്നത്? കാരണം കുരൂരമ്മയ്ക്ക് അങ്ങനെയുള്ള അറിവൊക്കെ ഉണ്ട്. അതൊക്കെ വാസനയിലൂടെ കിട്ടുന്നതാണ്. പൂർവജന്മ സുഹൃത്തായിട്ട് കുരൂരമ്മയ്ക്ക് എല്ലാ അറിവുണ്ട്. അപ്പൊ കുരൂരമ്മയ്ക്ക് അറിയും ചെയ്യാം. ഈ പുണ്യെ കുറിച്ച് ചിന്തിച്ചിരുന്നാല് എനിക്ക് ഈ ജന്മം എടുക്കേണ്ടി വരുമല്ലോ, എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്താതിരിക്കുമല്ലോ, കൃഷ്ണ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു അവസാനത്തെ സമയത്തും ആകുലപ്പെട്ടുകൊണ്ടിരുന്നപ്പോ ഭഗവാൻ ആ സ്വസ്വരൂപം അവിടെ കാണിച്ചു കൊടുത്തു. സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ട് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, കരയണ്ട, ഇത്രയും കാലം ഞാൻ തന്നെയാ കൂടെ ഉണ്ടായിരുന്നത്, എന്റെ അടുത്തേക്ക് തന്നെ വരാൻ പോകുന്ന, ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഭൗതിക ശരീരം പോലും ഭൂമിയിൽ ശേഷിച്ചിട്ടില്ല എന്നാ പറയുന്നത്. കാരണം അത്രയും പ്യോറാണ് എല്ലാം. ശരീരത്തിന്റെ ഓരോ അണുവിലും കൃഷ്ണനാണ്. അത് ചീഞ്ഞളിഞ്ഞു പോവേണ്ടതല്ല. അത് മണ്ണിനടിയില് എന്താ പറയാ പുഴു കൃമി കടിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് പൂന്താനത്തിന്റെ ശരീരം അങ്ങോട്ട് കൊണ്ടുപോയത്. അത്രയും പ്യോറാണ് ശരീരം. അത് ഇവിടുത്തെ പക്ഷികള്, മൃഗങ്ങള്, പുഴു പല്ലിയൊന്നും തിന്നേണ്ടതല്ല എന്ന് ഗുരുവായൂരപ്പന് അറിയാം. അതുകൊണ്ട് ഉടലോടെയാണ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത് അവരെയൊക്കെ. ശരീരം പോലും ശുദ്ധമാക്കി കൊണ്ടുവന്നു. അങ്ങനെ കുരൂരമ്മ ഭഗവാനോട് വൈകുണ്ഠത്തിലേക്ക് പോകുന്നതും മന ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതും, അതോടുകൂടി കുരൂരമ്മ പിന്നെ അറിയില്ല കുരൂരമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. കാരണം ആരും അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ആരും കേൾക്കാൻ പറ്റുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, നാരായണ നാരായണ എന്നുള്ള കുരൂരമ്മയുടെ ശബ്ദം മാത്രമായിരുന്നു എല്ലാവരും കേട്ടിരുന്നത്. ആ ശബ്ദം ഉള്ളപ്പോ എല്ലാവർക്കും അറിയാം അവിടെ കുരൂരമ്മ ഉണ്ടെന്ന്. പക്ഷെ ആ ശബ്ദം നിലച്ചതോടുകൂടി എല്ലാവരും മനസ്സിലാക്കി കുരൂരമ്മ ഇല്ല. ഇവിടെ വന്ന് നോക്കുമ്പോ ആളേ ഇല്ല, ആളുടെ ശരീരവും ഇല്ല, ഒന്നുമില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കുരൂരമ്മയുടെ ഇല്ല. അവിടെ ഇപ്പൊ ഈ വെങ്കിലശ്ശേരിയില് ഈ ഒരു ക്ഷേത്രം ഉയർന്നു വന്നു. ഇത്രയും വർഷങ്ങൾ എടുത്തു ഒരു ഇൻസ്റ്റേറ്റ് ഭഗവാൻ എല്ലാം എന്താ പറയാ റീഇൻസ്റ്റേറ്റ് ചെയ്യും. എന്ത് ഭഗവാൻ നശിപ്പിച്ചു കഴിഞ്ഞാലും ഡിസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് പോയാലേ മറ്റൊന്നൊരു വളാവും എന്ന് പറയുന്ന പോലെ കുരൂരമ്മയുടെ ചരിത്രം പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ് ഭഗവാൻ കൊടുത്തു. ഈ കലിയുഗത്തിൽ പല കാര്യങ്ങളും ഉണ്ടായി, മറ്റത് എല്ലാം ഉണ്ടായി. ലാസ്റ്റ് കൊറോണ ഒക്കെ വന്ന് എല്ലാം ഉണ്ടായി. ഈ ക്ഷേത്രം അപ്പോഴും ഏതൊക്കെയോ നമ്മുടെ പൂർവികരുടെ ഓരോ പൂർവികർക്കും തോന്നിപ്പിച്ചു. ഇവിടെ ആദ്യം കുരൂരമ്മയുടെ ഒരു ചെറിയ വിഗ്രഹം കണ്ടെടുത്തു. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം വന്നു. പിന്നെ അതിന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം കാലാന്തരത്തിൽ ഉണ്ടായി. ഇപ്പതേ ഈ ക്ഷേത്രം ഈ രീതിയിലായി. ആ കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാവർക്കും ജീവിക്കാനും സാധിച്ചു. ഇനി ഇത് ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തും. ജന്മജന്മാന്തരങ്ങളോളം ഒരു എത്ര എന്താ പറയാ ഈ കലിയുഗ അവസാനം വരെ, ഈ മഹാപ്രളയത്തില് ഇനി ഈ ഭൂമി നശിച്ചു പോണവരെയും ഈ ഇതുണ്ടാവും. ഇനി ഭൂമി നശിച്ചു പോയി അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോഴും വേറെ ആളുകൾ വരും. വീണ്ടും ഈ വിഗ്രഹം കണ്ടെടുത്ത് വീണ്ടും ഇത് പുനഃസ്ഥാപിക്കാൻ അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ആര് പൂജിച്ചതാണ്? കശ്യപന് അതിഥി കൃതയുഗത്തിന് മേലെ പഴക്കണ്ട് അത് പൂജിച്ചത്. അത് പിന്നെ കൈമാറി എന്താ പറയാ ശ്രീരാമചന്ദ്രൻ പൂജിച്ചു, ദശരഥ മഹാരാജാവ് പൂജിച്ചു. അങ്ങനെ കൈമാറി അത് ത്രേതായുഗത്തിൽ നിന്ന് പിന്നെ ആരുടെ അടുത്തെത്തി? നമ്മുടെ വസുദേവരുടെ ദേവകിയമ്മയുടെ അടുത്തെത്തി. ദേവകിയമ്മ അത് വെച്ച് പൂജിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് പിന്നെ കിട്ടി. ഭഗവാനെ പൂജിച്ചു. അത് കഴിഞ്ഞിട്ട് വിഗ്രഹം ഒഴുകി ദ്വാരക വെള്ളത്തിലായപ്പോ ഒഴുകി ഇപ്പൊ എവിടെ ഇരിക്കണോ? ഗുരുവായൂരമ്പലത്തിൽ. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പറഞ്ഞ ഭക്ത കവികൾക്ക് പോലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ ഒരു ദിവ്യസ്ഥാനമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ വിഗ്രഹത്തിന്റെ മഹാത്മ്യം ഭഗവാൻ നിഗൂഢമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ 25-ാം നൂറ്റാണ്ടില് ആ വിഗ്രഹത്തിന്റെ മഹിമ എന്താണെന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ അവിടെ അനുഭവപ്പെടുന്ന ഭക്തജന പ്രവാഹം. ഇപ്പൊ അറിയാം എല്ലാവർക്കും ആ വിഗ്രഹം എന്താണ്. പിന്നെ അന്ന് ദ്വാരകയിൽ കിടക്കുന്ന വിഗ്രഹം എങ്ങനെ ഇവിടെ വരാന്ന് പറഞ്ഞാല് ഭഗവാൻ വിചാരിച്ച എന്താ സാധിക്കാത്തത്? വിഗ്രഹം വായുവിന്റെ
ബൃഹസ്പതിയുടെ സഹായത്തോടെ വായുവിലൂടെ ആ വെള്ളത്തിൽ ഒഴുകി ഒഴുകി ഈ സ്ഥലത്ത് വന്നു. ശിവൻ പൂജിച്ചിരുന്ന ശിവപാർവതിമാരെ താണ്ഡവ നൃത്തം ആടിയിരുന്ന സ്ഥലത്ത് പ്രജേതസ്സുകൾ തപസ് ചെയ്തിരുന്ന സ്ഥലം ഭഗവാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ആ വിഗ്രഹത്തെ ബൃഹസ്പതിയെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഗുരു വായുവും ചേർന്നിട്ട്, ഗുരു എന്ന് പറഞ്ഞാല് ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. അപ്പൊ ഗുരു വായുവും ചേർന്നിട്ട്, വായുദേവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാധാന്യമാണ്. വായുദേവൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ വായുവിനാണ് വേദങ്ങളില് യൂണിവേഴ്സലിന് ഒരു ഓർഡർ ഉണ്ട്. നമുക്കിപ്പോ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാൻ നിയമാവലി ഉള്ളത് പോലെ തന്നെ യൂണിവേഴ്സൽ, അതായത് വ്യാഴം ഇത്ര പരിക്രമണം ചെയ്യണം, ബുധൻ ഇത്ര പരിക്രമണം ചെയ്യണം, ഈ രണ്ടുപേരും തമ്മിൽ ഇന്ന സമയത്ത് കോയിൻസൈഡ് ചെയ്യാൻ പാടില്ല. ഈ വിമാനത്തില് എല്ലാത്തിനും റൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് പഠിക്കണമെങ്കിലും എല്ലായിടത്തും റൂൾസ് ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ പോവാണെങ്കിൽ അവിടെ ഒരു റൂൾസ് ഉണ്ട്, നമ്മള് ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ അവിടെ റൂൾസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കോസ്മിക് റൂൾസ് ഉണ്ട്. ആ കോസ്മിക് റൂൾസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന. ആരെയാണ്? വായുവിനെ. അപ്പൊ എന്തും എവിടെ എത്തിക്കാനും ആർക്ക് പറ്റും? വായുവിന്. അപ്പൊ അദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ വിഗ്രഹം അവിടെ നിന്നിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? ഈ കേരളത്തിന്റെ ഈ തെക്കേ അറ്റത്ത് കൊണ്ട് വെക്കണമെന്ന് ഭഗവാൻ പറഞ്ഞാൽ ഈ കോസ്മിക് ഓർഡർ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് വെക്കാനാണോ പാട്? വേദശാസ്ത്രത്തില് ഋണ എന്ന് പറയും അതിന്. ആ ഋണയുടെ ഋത എന്ന് പറയും അതിന്. ആ ഋതയുടെ ഓർഡർ എന്ന് പറയുന്ന ആരാണ്? കോസ്മിക് ഓർഡറിനെ കൺട്രോൾ ചെയ്യാൻ ഭഗവാൻ പവർ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? വായുദേവനാണ്. അപ്പൊ വായു വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വായുണ്ട്, പഞ്ചഭൂതങ്ങളിൽ വായുണ്ട്. വായുവിന്റെ പുത്രനാണ് ഹനുമാൻ എന്ന് പറയുന്നത്. ആ ഹനുമാൻ ഇല്ലാതെ, ഹനുമാൻ പറഞ്ഞ എന്താ? ജ്ഞാനം. നമ്മള് എല്ലാം പറയുമെങ്കിലും എല്ലാം ചേർന്നാലേ, അവിയൽ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ എല്ലാ പച്ചക്കറികളും ചേർന്നാലേ ഉണ്ടാവുള്ളൂ. സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ രുചി കിട്ടണമെങ്കിൽ എല്ലാ പച്ചക്കറികളും ചേർന്നിട്ട്. അതുപോലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ വേണം? കേരാളിയായിട്ട് ഭഗവാൻ വേണം. അർജുനൻ വില്ലാളി വീരാണ്. പക്ഷേ വിജയക്കൊടിക്കൂറായിട്ട് ആര് വേണം? അറിവിന് വേണ്ടി ആര് വേണം? ഹനുമാൻ സ്വാമി ഇല്ലാണ്ട് അത് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ആ ഹനുമാൻ സ്വാമിയുടെ അച്ഛനാണ്, അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് വായുദേവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വായുദേവൻ ഗുരു വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ആ ഗുരുവായൂരപ്പന്റെ ആ പരമഭക്തയായിട്ടുള്ള കുരൂരമ്മയ്ക്കും എന്തില്ല? നാശമില്ല. നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തൻ ഒരിക്കലും നാശം ഉണ്ടാവില്ല. അപ്പൊ ആ ഭക്തനാകാൻ, ആ ഭക്തിയിലേക്ക് എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എപ്പോഴും നാമം അമ്പലത്തിൽ കിട്ടുക, അതൊക്കെ ജപിക്കാം. ഇന്ന നാമം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ എന്ന് ഭഗവാൻ പറയില്ല. ഭഗവാന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നാമങ്ങളുണ്ട്. കൂന്താരി തിരുമേനി പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും ജപിക്കുക. എന്നാൽ മാത്രമേ, ഞാൻ പറഞ്ഞ പോലെ അവസാന നിമിഷത്തില് ഭഗവാൻ ഒരു മിനിറ്റ് തരും. അപ്പൊ ആരെ ഓർക്കാൻ പറ്റുള്ളൂ? ഭഗവാനെ ഓർക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭക്തർക്കും ഈ ഒരു ജന്മം ചിലപ്പോ മാതി വരികയില്ല ആ ഒരു ചിന്തയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് എത്താൻ. ഇനിയും ചിലപ്പോ ജന്മം എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ കർമ്മങ്ങൾ ഒടുങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് എല്ലാം ഓർത്ത് ഭഗവാൻ എത്താൻ നമുക്കൊന്നും പറയാൻ ഒന്നും നമുക്ക് സാധിക്കില്ല. എല്ലാം ഭഗവാൻ വിട്ടുകൊടുക്കുക. എന്റെ ബുദ്ധിയും എന്റെ കഴിവുകളും എന്റെ ഓർമ്മയും എനിക്കുള്ള എല്ലാം ഭഗവാനാണ്. എനിക്കായിട്ട് ഒന്നുമില്ല. ഞാനെന്ന് പറയുന്നത് എനിക്ക് ഭഗവാനോട് ചേർത്തിരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും എനിക്ക് യോഗ്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്ന ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കൃപ മാത്രമാണ്. ഭഗവാൻ നമുക്കൊരു കൃപ തന്നതാണ്. അപ്പൊ എനിക്കുള്ളതെല്ലാം ഭഗവാൻ തന്നിട്ടുള്ളതാണ്. അത് ഞാൻ എന്ത് ഉണ്ടെങ്കിലും അത് ഭഗവാന്റെ കാലത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഉത്തമ ബോധത്തോട് കൂടിയിട്ട്, ആ വിനയത്തോട് കൂടിയിട്ട്, ആ ഭഗവത് സമർപ്പിതമായിട്ട് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ജന്മത്തില് ഗുരുരമ്മയെ പോലെ ഒരു ഭക്തയാകാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ. ഈ ക്ഷേത്രത്തില് ഇങ്ങനെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയായി വന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സുരേഷ് ചേട്ടനും ഗീത ചേച്ചിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി കുരുരമ്മ ക്ഷേത്രം ഇനിയും മേൽക്കുമേൽ അഭിവൃദ്ധിയിൽ ഒരുപാട് ഉയരട്ടെ. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ എല്ലാ കുടുംബ അംഗങ്ങൾക്കും അതിനുള്ള എല്ലാ ഐശ്വര്യങ്ങളും കുരുരമ്മയും അമ്മയും അമ്മയെ സ്നേഹിക്കുന്ന ഗുരുവായൂരപ്പനും
നൽകട്ടെ. ഗുരുവായൂരപ്പ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്ത് പോയാലും എന്ത് നഷ്ടപ്പെട്ടാലും ഗുരുവായൂരപ്പനെ നഷ്ടപ്പെടാതെ കയ്യിൽ മുറുകെ പിടിക്കുക. നമുക്ക് മകനായിട്ടുണ്ട്, നമുക്ക് ഭർത്താവായിട്ടുണ്ട്, നമുക്ക് അനിയനായിട്ടും അച്ഛനായിട്ടും എല്ലാം അദ്ദേഹമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മുറുകെ പിടിക്കുക, ബാക്കി എല്ലാം വരും, പിന്നാലെ വരും. നമീ ഭക്ത ഗണശ്രീ സർവം ശ്രീ രാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ.